നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ എന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ഈ വീഡിയോയുടെ ഒന്നാം പാർട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോട്ട്സുകൾ എഴുതിയെടുക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ബസ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ബസ് ഓൺ ഡിമാൻഡ്. ബസ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. അപ്പോൾ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും എന്നിവർ സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. വൈറ്റ് ബോർഡ്. അപ്പോൾ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. വൈറ്റ് ബോർഡ്. മണലി, കുറുമാലി, കരുവന്നൂർ പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലപ്രയാണം. ജലപ്രയാണം. അപ്പോൾ ജലപ്രയാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മണലി, കുറുമാലി, കരുവന്നൂർ പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലപ്രയാണം. ജലപ്രയാണം. അപ്പോൾ മണലി, കുറുമാലി, കരുവന്നൂർ പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജലപ്രയാണം. ജലപ്രയാണം. ജലപ്രയാണം എന്ന് പറഞ്ഞാൽ 3 പുഴകളുടെ ഒഴുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലപ്രയാണം. ജലപ്രയാണം. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരുമായ ജയിൽ മോചിതർക്ക് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. തണലിടം. തണലിടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരുമായ ജയിൽ മോചിതർക്ക് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. തണലിടം. അപ്പോൾ തണലിടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരുമായ ജയിൽ മോചിതർക്ക് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. തണലിടം. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയുടെ പേരാണ് തെളിനീർ. തെളിനീർ. അപ്പോൾ തെളിനീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ. തെളിനീർ. തെളിനീർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ. തെളിനീർ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇത്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം. സ്പെക്ട്രം. സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കേരള വനിതാ ശിശുവികസന വകുപ്പ് ആശ്വാസമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അതിജീവിത. അതിജീവിത. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇതുവേ. അപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബനാഥൻ രോഗബാധിതനായി കിടക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കേരള വനിതാ ശിശുവികസന വകുപ്പ് ആശ്വാസമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് അതിജീവിത. അതിജീവിത. അപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ്?
കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കേരള വനിതാ ശിശു വികസന വകുപ്പ് ആശ്വാസമായി നടപ്പിലാക്കിയ പദ്ധതി അതിജീവിത. അപ്പം നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും എന്നിവർ സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. മണലി, കുറുമാലി, കരുവന്നൂർ പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലപ്രയാണം. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരുമായ ജയിൽ മോചിതർക്കു വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്താണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കേരള വനിതാ ശിശു വികസന വകുപ്പ് ആശ്വാസമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അതിജീവിത. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് വ്യവസായ സംരംഭകരാകാനും ദാതാവാകാനും സൗകര്യം ഒരുക്കുന്ന കേരള ഖാദി ഗ്രാമ വ്യവസായ തൊഴിൽ ബോർഡിൻ്റെ പദ്ധതിയാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായം. അപ്പോൾ ഒരു വില്ലേജിൽ ഒരു വ്യവസായം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് വ്യവസായ സംരംഭകരാകാനും ദാതാവാകാനും സൗകര്യമൊരുക്കുന്ന കേരള ഖാദി ഗ്രാമ വ്യവസായ തൊഴിൽ ബോർഡിൻ്റെ പദ്ധതിയാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായം. ഒരിക്കൽ കൂടി, ഒരു വില്ലേജിൽ ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് വ്യവസായ സംരംഭകരാകാനും ദാതാവാകാനും സൗകര്യം ഒരുക്കുന്ന കേരള ഖാദി ഗ്രാമ വ്യവസായ തൊഴിൽ ബോർഡിൻ്റെ പദ്ധതിയാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു വില്ലേജിൽ ഒരു വ്യവസായ സംരംഭം. രണ്ടും കറക്റ്റാണ്. ഓക്കെ. അംഗൻവാടികളുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം. അപ്പോൾ അംഗൻവാടികളുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? ചായം എന്നാണ്. അംഗൻവാടികളുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചായം. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോളജ് ഇക്കണോമി മിഷൻ. അപ്പോൾ നോളജ് ഇക്കണോമി മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോളജ് ഇക്കണോമി മിഷൻ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോളജ് ഇക്കണോമി മിഷൻ. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനും ആയി കേരള സർക്കാർ ആരംഭിച്ച കാർഷിക പദ്ധതിയാണ് CAIK. അപ്പോൾ CAIK എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനും ആയി കേരള സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക പദ്ധതിയാണ് CAIK. അപ്പോൾ CAIK എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക പദ്ധതിയാണ് CAIK. ഇന്റർനെറ്റ് സൗകര്യമോ ടിവിയോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. അപ്പോൾ കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് സൗകര്യമോ ടിവിയോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക്
സ്കൂൾ കിറ്റ് നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. കിളിക്കൊഞ്ചൽ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, ഇൻ്റർനെറ്റ് സൗകര്യമോ TV-യോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. കിളിക്കൊഞ്ചൽ. ഓണക്കാലത്ത് പച്ചക്കറി സമൃദ്ധിക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിറവല്ലം. നിറവല്ലം. അപ്പോൾ നിറവല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണക്കാല സമയത്ത് പച്ചക്കറി സമൃദ്ധിക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിറവല്ലം. നിറവല്ലം. അപ്പോൾ നിറവല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണക്കാലത്ത് പച്ചക്കറി സമൃദ്ധിക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിറവല്ലം. നിറവല്ലം. സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനൽ. കനൽ. അപ്പോൾ കനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനല്. കനല്. ഇത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ കനലിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക, സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷയൊരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ കനലിൻ്റെ ലക്ഷ്യമാണ്. കനലിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കുക, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനൽ. കനൽ. കനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കുക, പിന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനൽ. കനൽ. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് വ്യവസായ സംരംഭകരാകാനും ദാതാവാകാനും സൗകര്യം ഒരുക്കുന്ന കേരള ഖാദി ഗ്രാമ വ്യവസായ തൊഴിൽ ബോർഡിൻ്റെ പദ്ധതിയാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായ സംരംഭം. ഒരു വില്ലേജിൽ ഒരു വ്യവസായ സംരംഭം. അംഗനവാടികളുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം. ചായം. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നോളജ് എക്കണോമി മിഷൻ. നോളജ് എക്കണോമി മിഷൻ. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക പദ്ധതിയാണ് CAIK. CAIK. ഇൻ്റർനെറ്റ് സൗകര്യമോ TV-യോ ഇല്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. കിളിക്കൊഞ്ചൽ. ഇൻ്റർനെറ്റ് സൗകര്യമോ TV-യോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? കിളിക്കൊഞ്ചൽ. കിളിക്കൊഞ്ചൽ. ഓണക്കാലത്ത് പച്ചക്കറി സമൃദ്ധിക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിറവല്ലം. നിറവല്ലം. സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനല്. കനല്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക എന്നതും കനൽ പദ്ധതിയുടെ ലക്ഷ്യമാണ്. കനൽ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ ബോധം സൃഷ്ടിക്കുക എന്നതും കനൽ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിന് ആയിട്ടുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ് സുമിത്രം. സുമിത്രം. അപ്പോൾ സുമിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷ വിഭാഗത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ് സുമിത്രം. ന്യൂനപക്ഷ വിഭാഗത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതി ഏതാണ്? സുമിത്രം. സുമിത്രം. ഒരു മുഴുവൻ സമയ പരിചാരകൻ്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. ഒരു മുഴുവൻ സമയ പരിചാരകൻ്റെ സേവനം ആവശ്യമായും വിധം കിടപ്പിലായ രോഗികളെയും
മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. അപ്പോൾ ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ കൂടെ പറഞ്ഞേ. ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക നീതി വകുപ്പ് മുഖേന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. വയോമധുരം. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. വയോമധുരം. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക നീതി വകുപ്പ് മുഖേന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. വയോമധുരം. അപ്പോൾ വയോമധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ കൂടെ വായിച്ചോ. എന്നാന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക നീതി വകുപ്പ് മുഖേന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. 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 ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാർ ആകുന്നവരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാർ ആകുന്നവരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന പുനരധിവാസ പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. സ്നേഹസ്പർശം. ഒരു തവണ കൂടി. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാർ ആകുന്നവരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം. ജന്മന ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ ഈ സ്ലൈഡിലെ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ജന്മന ഹൃദയവൈകല്യങ്ങളായും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം. താലോലം. അപ്പോൾ താലോലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ കൂടെ. ജന്മന ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം. താലോലം. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ കേൾക്കാം. ന്യൂനപക്ഷ വിഭാഗത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ വായ്പാ പദ്ധതി ഏതാണ്? സുമിത്രം. സുമിത്രം. ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക നീതി വകുപ്പ് മുഖേന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. വയോമധുരം. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാർ ആകുന്നവരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. സ്നേഹസ്പർശം. ജന്മനാ ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? താലോലം. താലോലം. താലോലമാണ് ജന്മനാ ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി താലോലം. താലോലം.
അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ. അപ്പോൾ പരിരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ. പരിരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ. മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. സ്നേഹപൂർവം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. സ്നേഹപൂർവം. ഒരു തവണ കൂടെ. സ്നേഹപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹപൂർവം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, മരുന്ന്, കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം. നമ്മളൊരു വയോമധുരം പഠിച്ചിരുന്നു. വയോമധുരവും വയോമിത്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, മരുന്ന്, കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം. വയോമിത്രം ഒന്നുകൂടെ പറഞ്ഞേ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്ന്, കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. അപ്പോൾ സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ. മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹപൂർവം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്ന്, കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം. വയോമിത്രം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 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 ദരിദ്ര കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിലേക്കായി രൂപകൽപ്പന ചെയ്ത വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യാശ. അപ്പോൾ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്ര കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിലേക്കായി രൂപകൽപ്പന ചെയ്ത വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യാശ. വിവാഹ ധനസഹായ പദ്ധതി ഏതാണ്? പ്രത്യാശ. പ്രത്യാശ. ദരിദ്ര കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിലേക്കായി രൂപകൽപ്പന ചെയ്ത വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യാശ.
വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം പദ്ധതി. വിശപ്പുരഹിത നഗരം പദ്ധതി എന്താണ്? വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം പദ്ധതി. വിശപ്പുരഹിത നഗരം പദ്ധതി. വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതി വിശപ്പുരഹിത നഗരം പദ്ധതി. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. അപ്പോൾ വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. അപ്പോൾ വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ഓഡിയോ വെർബൽ ഹബിലിറ്റേഷനിലൂടെ വൈകല്യം മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ഓഡിയോ വെർബൽ ഹബിലിറ്റേഷനിലൂടെ വൈകല്യം മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം. അപ്പോൾ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ഓഡിയോ വെർബൽ ഹബിലിറ്റേഷനിലൂടെ വൈകല്യം മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം. അടിയന്തര ചികിത്സ ആവശ്യമായ ഡയാലിസിസിൽ പെടുന്നവർക്ക് പ്രതിമാസം 1100 രൂപ നിരക്കിലും വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ചവർക്ക് 2000 രൂപ നിരക്കിലും ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. അപ്പോൾ ഇതിൽ കുറച്ച് രോഗങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു പഠിക്കുക. അടിയന്തര ചികിത്സ ആവശ്യമായ ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക് പ്രതിമാസം 1100 രൂപ. അപ്പോൾ ഡയാലിസിസുകാർക്ക് എത്രയാണ് കൊടുക്കുന്നത്? 1100 രൂപ നിരക്കിലും. വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിലും. അപ്പോൾ വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ചവർക്ക് 2000 രൂപ നിരക്കിലും ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം. കുറച്ച് രോഗങ്ങളും വ്യത്യസ്തമായ പൈസകളും പറയുന്നുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. അടിയന്തര ചികിത്സ ആവശ്യമായ ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക് എത്രയാണ് കൊടുക്കുന്നത്? 1100 രൂപ. 1100 രൂപ. വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് 1000 രൂപ. 1000 രൂപ. അരിവാൾ രോഗം ബാധിച്ചവർക്ക് എത്രയാണ്? 2000 രൂപ നിരക്കിലും സൗജന്യ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം. സമാശ്വാസം. ഒരു തവണ കൂടെ പറയാം. അടിയന്തര ചികിത്സ ആവശ്യമായ ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക് പ്രതിമാസം 1100 രൂപ നിരക്കിലും വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ചവർക്ക് 2000 രൂപ നിരക്കിലും ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ദരിദ്ര കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിലേക്കായി രൂപകൽപ്പന ചെയ്ത വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. പ്രത്യാശ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം പദ്ധതി. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ വൈകല്യം മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം. അടിയന്തര ചികിത്സ ആവശ്യമായ ഡയാലിസിസിൽ ഏർപ്പെടുന്നവർക്ക് പ്രതിമാസം 1100 രൂപ നിരക്കിലും വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർക്ക്
ഹീമോഫീലിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ചവർക്ക് 2000 രൂപ നിരക്കിലും ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കൈത്താങ്. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർക്ക് കൈകൊണ്ട് നല്ല താങ്ങ് കൊടുക്കണമെന്ന് പഠിച്ചാൽ മതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആയുർദളം എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗ ബോധവൽക്കരണം. അപ്പോൾ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം. വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. സാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താണ്? വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം. അപ്പോൾ സാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താണ്? വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ ക്യാമ്പസുകൾ ഹരിതാഭം ആക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. അപ്പോൾ നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ക്യാമ്പസുകൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. അപ്പോൾ നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ക്യാമ്പസുകൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതി ഏതാണ്? ബാലമുകുളമാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതി ഏതാണ്? ബാലമുകുളം. സ്കൂൾ കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതി ഏതാണ്? എൻ്റെ മരം. നമ്മൾ മുകളിൽ നമ്മുടെ മരം കണ്ടിരുന്നു. നമ്മുടെ മരം എന്താണ്? കേരളത്തിലെ ക്യാമ്പസുകൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും കൂടി സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. അപ്പോൾ സ്കൂൾ കുട്ടികളിലെ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. അപ്പോൾ എൻ്റെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ മരവും, സ്കൂൾ കുട്ടികൾക്കായി എൻ്റെ മരവും. സ്കൂൾ കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം.
മാരക രോഗം നേരിടുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. അപ്പോൾ ചിസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാരക രോഗം നേരിടുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ചിസ് പ്ലസ്. അപ്പോൾ ചിസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാരക രോഗം നേരിടുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം. വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വിഭാവനം ചെയ്ത പദ്ധതിയാണ് സാന്ത്വനം. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ ക്യാമ്പസുകൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. സ്കൂൾ കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. മാരക രോഗം നേരിടുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ചിസ് പ്ലസ്. കേരള സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ മോഹൻലാലാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ കേരള സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. അപ്പോൾ ആശ്രയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ലീപ്പ്. അപ്പോൾ ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള. അപ്പോൾ യെസ് കേരള എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. ഒരു മഴ പെയ്യുമ്പോഴേ തലസ്ഥാന നഗരം വെള്ളത്തിനടിയിലാകും. ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. അപ്പോൾ ഒരു തവണ കൂടി, തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അനന്ത. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന
കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ആരോഗ്യകിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം. തിരുവനന്തപുരം ജില്ലയിൽ ഹോട്ടലുകളുടെ സഹകരണത്തോടെ അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. തിരുവനന്തപുരം ജില്ലയിലെ ഹോട്ടലുകളുടെ സഹകരണത്തോടെ അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. അന്നം പുണ്യം. അപ്പോൾ അന്നം പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ ഹോട്ടലുകളുടെ സഹകരണത്തോടെ അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. അന്നം പുണ്യം. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി എന്താണ്? അന്നദായിനി. അന്നദായിനി. അപ്പോൾ അന്നദായിനി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അന്നദായിനി. അപ്പോൾ അന്നദായിനി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അന്നദായിനി. നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ കേൾക്കാം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം. തിരുവനന്തപുരം ജില്ലയിൽ ഹോട്ടലുകളുടെ സഹകരണത്തോടെ അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. അന്നദായിനി. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കനിവ്. കനിവ്. കനിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കനിവ്. കനിവ്. അപ്പോൾ കനിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്നും ഭക്ഷണവും നൽകാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കനിവ്. 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 അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ശരണ്യ. അപ്പോൾ ശരണ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ശരണ്യ. ശരണ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ശരണ്യ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അതുല്യം. അതുല്യം. അതുല്യം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. അതുല്യം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യ. അപ്പോൾ ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യ. വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. മംഗല്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. മംഗല്യ. മംഗല്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ കൂടെ. വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. മംഗല്യ.
സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. അപ്പോൾ സീതാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്തെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ബാലമുകുളം, പലതവണ ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ഒരു തവണ കൂടെ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ആര് നടപ്പിലാക്കിയതാണ്? സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട പേരാണ് ആയുർദളം. അപ്പോൾ ഒരു തവണ കൂടെ നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കനിവ്. അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. വിധവകളുടെ പുനർവിവാഹത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? മംഗല്യ. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, കേരള സർക്കാർ പദ്ധതികൾ എന്നുള്ള സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.